വിശദമായ വാർത്തകളിലേക്കാണ്. ഗോകുലം ഗോപാലനെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്യും. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ. ഗോകുലം ഗ്രൂപ്പിന്റെ ഇടപാടുകൾ 3 വർഷമായി നിരീക്ഷണത്തിലാണ് എന്ന ഇ ഡി വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ഇന്നലെ അടക്കം തന്നെ കൊച്ചിയിലും ചെന്നൈയിലും കോഴിക്കോടുമായി വിശദമായിട്ടുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും തുടർന്നിരുന്നു. ഇന്നും ഗോകുലം ഗോപാലനെ ഇ ഡി ചോദ്യം ചെയ്യും. മറ്റ് വിവരങ്ങൾ? വൃന്ദ, ഇന്നലെ രാവിലെ 9:30 ചെന്നൈയിലെ ചിട്ടിയുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ്, കോടമ്പാക്കത്തുള്ള കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് കൊച്ചിയിൽ നിന്നുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ, ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആദ്യം എത്തുന്നത്. തുടർന്ന് കൊച്ചിയിലും അതേപോലെ കോഴിക്കോടും 5 ഇടങ്ങളിലായിട്ട് വിപുലമായിട്ട് ഇ ഡിയുടെ ഒരു റെയ്ഡ് നടന്നു. തുടർന്ന് നിരവധി രേഖകൾ, ചെന്നൈയിലെ റെയ്ഡ് രാത്രി 12 മണി വരെ നീണ്ടുനിന്നു. നിരവധി രേഖകൾ, ഡിജിറ്റൽ രേഖകളടക്കം നിരവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ നിരവധി പൊരുത്തക്കേടുകളും ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇ ഡി നൽകുന്നത്. ഈ രേഖകളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളുണ്ടാവും, തുടർ ചോദ്യം ചെയ്യലുണ്ടാവും. 2017 ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനത്തിൽ 1000 കോടി രൂപയുടെ ഒരു ക്രമക്കേട് കണ്ടെത്തുകയും തുടർന്ന് ഇതിന്റെ ഒരു വലിയ തുക ഫൈനാക്കി ഈടാക്കുകയും ചെയ്തിരുന്നതായി ഇ ഡി വ്യക്തമാക്കുന്നു. 3 വർഷമായിട്ട് ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഇ ഡിയുടെയും അതേപോലെ ഇൻകം ടാക്സിന്റെയും നിരീക്ഷണത്തിലായിരുന്നു. അതേപോലെ തന്നെ എമ്പുരാൻ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ റെയ്ഡുകൾ എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് പാടെ നിഷേധിക്കുകയാണ് ഇ ഡി. വളരെ നാളുകളായി ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളെല്ലാം ഇ ഡിയുടെയും അതേപോലെ തന്നെ ഇൻകം ടാക്സിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഫെമ നിയമലംഘനം വടക്കേ ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലും, ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലും വിദേശത്ത് നിന്ന് ക്രമവിരുദ്ധമായി പണം എത്തിയിട്ടുണ്ട്. ഈ പണം വന്നതെല്ലാം ഫെമ നിയമത്തിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട്. ഒപ്പം ഈ എമ്പുരാൻ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് ഈ ചലച്ചിത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച പണം, അതിനുവേണ്ടി വിനിയോഗിച്ച പണവും ഫെമ നിയമത്തിന്റെ ലംഘനത്തിലൂടെ എത്തിയതാണോ എന്നുള്ള കാര്യവും അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ സ്വകാര്യ ചാനൽ, ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ചാനലിലേക്ക് വിദേശത്ത് നിന്നും വലിയ രീതിയിൽ ഡോളർ എത്തിയിട്ടുണ്ട്. ഇത് ഫെമ നിയമത്തിന്റെ ലംഘനമാണെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അന്വേഷണങ്ങളുടെ പരിധിയിലേക്ക് ഈ ചാനലിനെ കൂടെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഈ ചാനലിന്റെ സാമ്പത്തിക സ്രോതസ്സും അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വന്നിരിക്കുന്ന പണവും അടക്കം ഇ ഡിയുടെ പരിശോധനാ വലയത്തിൽ, അല്ലെ ഇ ഡിയുടെ നിരീക്ഷണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ ഗോകുലം ഗോപാലനെയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബൈജു ഗോപാലിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ഇന്നും അതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും അതേപോലെ കോഴിക്കോട്ട് നിന്നും ഒപ്പം ചെന്നൈയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള രേഖകളെല്ലാം കൊച്ചി ഇ ഡി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവും. ഗോകുലം ഗോപാലിനെയും ഒപ്പം അദ്ദേഹത്തിന്റെ മകനെയും ഒപ്പം ജീവനക്കാരെയും അടക്കം ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നീക്കത്തിലാണ് ഇ ഡി. എന്താ? ശരി സാനു.